ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ്. അതിൽ 7th ചാപ്റ്റർ ആയ പ്രഷർ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. എന്താണ് പ്രഷർ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്? മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും അല്ലെ. ലിക്വിഡ്സിലും ഗ്യാസസിലും എന്താണ് പ്രഷർ ഉണ്ട് അല്ലെ. അതെന്താന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്താണ് ഈ പ്രഷർ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കാം. The teacher who came to inaugurate the science club began with an experiment. He placed a wide wooden ruler on a table. Some part of it projecting out a newspaper folded 8 times was placed on it. He then asked a boy to press quickly on the free end of the rulers with his hand. The boy did so and the paper fell down. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സയൻസ് ക്ലബ്ബ് ഉദ്ഘാടനത്തിന് അല്ലെ, ഇനാഗ്രേഷൻ എന്താണ് വന്ന അധ്യാപകൻ എന്താക്കി ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടാണ് ചടങ്ങ് നിർവഹിച്ചത് അല്ലെ. ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എന്താണ് അയാൾ ചെയ്തത് നോക്കാം നമുക്ക്. ആ ടീച്ചർ എന്താണ് ചെയ്ത് നോക്കാം. He placed a wide wooden ruler on a table, some part of it projecting out. എന്താണ് മേശപ്പുറത്ത് വീതിയുള്ള ഒരു സ്കെയിൽ റൂളർ വെച്ചു അല്ലെ. വുഡൻ റൂളർ മര സ്കെയിൽ കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിൽ വെച്ചു. എന്താണ് മേശപ്പുറത്ത് വീതിയുള്ള ഒരു സ്കെയിൽ അല്ലെ, മര സ്കെയിൽ വുഡൻ സ്കെയിൽ എന്താക്കി കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിൽ വെച്ചു. കണ്ടോ ചിത്രത്തിൽ കണ്ടോ നിങ്ങൾ? ആ ചിത്രത്തിൽ കാണുന്ന പോലെ മേശപ്പുറത്ത് കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിൽ വെച്ചു. എന്നിട്ട് എന്താ ചെയ്ത് വെച്ച് അതിന്റെ മുകളിൽ 8 മടക്കിയ ന്യൂസ് പേപ്പർ വെച്ചു. ന്യൂസ് പേപ്പർ 8 മടക്കിയത് അതിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ഒരു കുട്ടിയെ വിളിച്ചു സ്കെയിലിന്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് കൈ കൊണ്ട് പെട്ടെന്ന് അമർത്താൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് എന്താക്കി ഒരു കുട്ടീനെ വിളിച്ചിട്ട് എന്താക്കി ആ സ്കെയിലിന്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഭാഗം, ഈ ഭാഗത്ത് എന്താണ് അമർത്താൻ പറഞ്ഞു. ആ കുട്ടീനെ കൊണ്ട് പെട്ടെന്ന് അമർത്താൻ ആവശ്യപ്പെട്ടു അല്ലെ. കുട്ടി അങ്ങനെ ചെയ്തപ്പോൾ പേപ്പർ താഴെ വീണു. കുട്ടി അങ്ങനെ ചെയ്തപ്പോൾ എന്താക്കി ഈ പേപ്പർ താഴെ വീണു അല്ലെ. Then next എന്താ പറയുന്നത്? Then he folded the same paper and placed it over the ruler on the table. He asked the boy to quickly press on the ruler again. He could neither raise the paper nor make it fall down. എന്താണ് അതിനുശേഷം അദ്ദേഹം എന്താക്കി സ്കെയിലിന് മുകളിൽ മേശപ്പുറത്ത് അതേ പേപ്പർ നിവർത്തി വെച്ചു. വീണ്ടും പഴയതുപോലെ സ്കെയിലിന് മുകളിൽ പെട്ടെന്ന് അമർത്താൻ കുട്ടിയോട് ആവശ്യപ്പെട്ടു. പേപ്പർ ഉയർത്തി മാറ്റാനോ താഴെ വീഴ്ത്താനോ കഴിഞ്ഞില്ല. അപ്പൊ എന്താണ് let us also do this experiment. നമുക്കും ഈ പ്രവർത്തനം ചെയ്തു നോക്കാം അല്ലെ. എന്താണ് isn't the weight of the paper the same when it is folded and unfolded? അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ആദ്യം മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് എന്താണ് ഫോൾഡ് ചെയ്ത മടക്കി വെച്ച പേപ്പറാണ്, 8 മടക്കി വെച്ച പേപ്പറാണ്. ഇതോ ആ പേപ്പർ തന്നെ നിവർത്തി വെച്ചതാണ് അല്ലെ. അപ്പം ഈ മടക്കി വെച്ച പേപ്പറും എന്താണ് നിവർത്തി വെക്കുമ്പോഴും പേപ്പറിന് ഒരേ ഭാരമല്ലേ? ആണോ? മടക്കി വെക്കുമ്പോഴും നിവർത്തി വെക്കുമ്പോഴും പേപ്പറിന് ഒരേ ഭാരമല്ലേ എന്നാണ്, ഒരേ വെയിറ്റ് ആണല്ലേ. Why couldn't the paper be lifted up when unfolded? നിവർത്തി വെച്ചപ്പോൾ പേപ്പർ ഉയർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാ? അപ്പൊ ഒരേ വെയിറ്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ് നിവർത്തി വെച്ചപ്പോൾ എന്തുകൊണ്ട് ഈ പേപ്പർ ഉയർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പിന്നെന്താണ് what force is affected so that the paper could not be raised? പേപ്പർ ഉയരാൻ അനുവദിക്കാത്ത വിധം എന്ത് ബലമാണ് അവിടെ പ്രയോഗിക്കപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ ക്ലാസ്. നിങ്ങളുടെ ഈ കണ്ടെത്തൽ നിങ്ങൾ ക്ലാസ് ചർച്ച ചെയ്യാം. You may know certain properties of air. Air is present all around us. Air requires space. Air possesses weight. Atmospheric air exerts force on the paper. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? You may know certain properties of air. അല്ലെ, വായുവിന്റെ ചില പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്താണ് എയർ പ്രസന്റ് ഓൾ അറൗണ്ട് us. എന്താണ് നമുക്ക് ചുറ്റും എല്ലായിടത്തും എന്താണ് എയർ ഉണ്ട് അല്ലെ. എയർ റിക്വയർസ് സ്പേസ് അല്ലെ. എയർ റിക്വയർസ് സ്പേസ് അല്ലെ. എന്താണ് വായുവിന് എന്താണ് നിൽക്കാൻ അല്ലെ, സ്ഥിതി ചെയ്യാൻ എന്താണ് സ്പേസ് ആവശ്യമാണ് അല്ലെ, സ്ഥലം ആവശ്യമാണ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ എയറിന് നിൽക്കാൻ എന്താണ് സ്ഥലം ആവശ്യമാണ്. ഓക്കെ, എയർ പോസസ് വെയിറ്റ്. അപ്പൊ വായുവിന് എന്താണ് ഭാരമുണ്ട് അല്ലെ, വായുവിന് ഭാരമുണ്ട്. അറ്റ്മോസ്ഫിയറിക് എയർ എക്സേർട്സ് ഫോഴ്സ് ഓൺ ദ പേപ്പർ. എന്താണ് വായുവിന് ഭാരമുണ്ട്. അപ്പൊ അന്തരീക്ഷ വായു എന്താണ് പേപ്പറിൽ അറ്റ്മോസ്ഫിയറിക് എയർ എന്താക്കുന്നുണ്ട് ഈ പേപ്പറിൽ ബലം പ്രയോഗിക്കുന്നു. അപ്പൊ കണ്ടോ കുട്ടികളെ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ പേപ്പർ ഈ നിവർത്തി വെച്ച പേപ്പർ വീഴാതിരുന്നത് മനസ്സിലായോ? ഇവിടെ എന്താണ് മടക്കി വെച്ച പേപ്പർ പെട്ടെന്ന് വീഴുകയും ഈ നിവർത്തി വെച്ച പേപ്പർ വീഴാതിരിക്കാൻ കാരണം എന്താണ്? ഇവിടെ അറ്റ്മോസ്ഫിയറിക് എയറിനോടാണ് ഇത് എന്താക്കുന്നത് വീഴാതിരുന്നത് അല്ലേ.
ഫോർവേഡ് ബാക്ക്വേർഡ്. എന്താണ് ഫോർവേഡ് ബാക്ക്വേർഡ് എന്നുള്ളത് നോക്കാം. എന്താണ് മുന്നോട്ടും പിന്നോട്ടും അല്ലെ. Remove the needle of a syringe and observe the working of the piston, pulling it back and pushing it in. When the pushed-in piston is pulled back, atmospheric air rushes into barrel of the syringe. When the piston is pushed in, the air that entered the barrel moves out. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊക്കെ അറിയുന്നതാണ് അല്ലെ. സിറിഞ്ച് അല്ലെ. ഒരു സിറിഞ്ചിന്റെ സൂചി നീക്കം ചെയ്യുക. സിറിഞ്ചിന്റെ അറ്റത്തുള്ള ആ സൂചി ഒഴിവാക്കിയതിനു ശേഷം എന്താക്കുക, ആ പിസ്റ്റൺ ഉണ്ടല്ലോ ബാക്കോട്ട് വലിക്കുന്നത് മുന്നോട്ട് തള്ളുന്നൊക്കെ, ആ പിസ്റ്റൺ പിറകിലേക്ക് വലിച്ചും ഉള്ളിലേക്ക് തള്ളിയും പ്രവർത്തിപ്പിച്ചൊന്ന് നിരീക്ഷിച്ചു നോക്കിയ ആ സാധനം അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചു നോക്കുക. പിന്നെ എന്താക്കത് പിസ്റ്റൺ ഉള്ളോട്ട് അമർത്തി വെച്ച പിസ്റ്റൺ പിറകിലേക്ക് വലിക്കുമ്പോൾ സിറിഞ്ചിന്റെ ബാരലിനകത്തേക്ക് അന്തരീക്ഷ വായു തള്ളിക്കയറുന്നുണ്ട് അല്ലെ. നമ്മൾ ഇത് ഇങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് വലിക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഉള്ളിൽ കൂടെ എന്താണ് ഈ അന്തരീക്ഷ അറ്റ്മോസ്ഫിയറിക് എയർ എന്താക്കുന്നുണ്ട്, ഈ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അല്ലെ. ഈ സിറിഞ്ചിന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറുന്നുണ്ട് അല്ലെ. പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്തുമ്പോൾ എന്താക്കുന്നുണ്ട്, ബാരലിനകത്ത് കയറിയ വായു പുറത്തേക്ക് പോകുന്നു അല്ലെ. അപ്പൊ നമ്മളിത് തള്ളുമ്പോ എന്താണ്, ഇത് ബാരലിനകത്ത് അകത്ത് കയറിയ ആ എന്താണ് വായു എന്താക്കുന്നുണ്ട്, അത് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. Now try some other experiments using the syringe. ഇനി സിറിഞ്ച് ഉപയോഗിച്ച് മറ്റു ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. എന്താണ്? After pushing the piston into the syringe, close the open end of the syringe with your finger. Then pull the piston back quickly and release it. എന്താണ് പറയുന്നത്? ഈ പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്തി വെച്ച ശേഷം പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്തി വെക്കുക. അതിനുശേഷം എന്താക്കുക, സിറിഞ്ചിന്റെ തുറന്ന ഭാഗം വിരൽ കൊണ്ട് അടച്ചു പിടിച്ച് പിസ്റ്റൺ പിന്നോട്ട് വലിച്ചു നോക്കുക. ഈ കണ്ടോ ഇവിടെ ഇത് എന്താക്കുക, കൈയിന്റെ ഇതിനോട് അമർത്തി പിടിക്കുക ഇവിടെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം. എന്നിട്ട് എന്താക്കുക, ഇത് ബാക്കോട്ടേക്ക് വലിച്ചു നോക്കുക. അപ്പൊ എന്താണ് സംഭവിക്കുക? Don't you see the piston moving fast into the barrel? Can you explain its reason? എന്താണ് ഈ പിസ്റ്റൺ അതിവേഗം ബാരലിനകത്ത് ചലിക്കുന്നത് കണ്ടില്ലേ? ഇതിന്റെ കാരണം വിശദീകരിക്കാമോ? After keeping the piston pulled back, close the open end of the syringe with a finger. Now push the piston in and release it. ഇനി എന്താണ്, ഈ പിസ്റ്റൺ പിന്നോട്ട് വലിച്ച ശേഷം തുറന്ന ഭാഗം വിരൽ കൊണ്ട് അടച്ചു പിടിച്ച് പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്തി ശേഷം വിടൂ. എന്താണ് പിസ്റ്റൺ എന്താണ് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിസ്റ്റൺ പിന്നോട്ട് വലിച്ച് പിടിച്ചതിന് ശേഷം എന്താക്കുക, ആ തുറന്ന ഭാഗം വിരൽ കൊണ്ട് അമർത്തി പിടിക്കുക. എന്നിട്ട് എന്താക്കുക, പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്തിയ ശേഷം വിട്ടുനോക്ക്. പിസ്റ്റൺ ഇപ്പോൾ എങ്ങോട്ടാ ചലിക്കുന്നത്? In which direction does the piston move now? What is the reason for this movement? ഈ ചലനത്തിന്റെ കാരണം എന്താണ്? Don't we apply force when we push in and pull out the piston? But when we released the hand, the piston moved inwards in the first case and outward in the second case. What was the force applied on the piston? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പിസ്റ്റൺ വലിക്കുമ്പോഴും തള്ളുമ്പോഴും നാം പിസ്റ്റണിൽ ബലം പ്രയോഗിക്കുന്നുണ്ടല്ലോ അല്ലെ. എന്നാൽ കൈ വിട്ടപ്പോൾ പിസ്റ്റൺ ആദ്യം അകത്തേക്കും പിന്നീട് പുറത്തേക്കും നീങ്ങി അല്ലെ. പിസ്റ്റണിൽ പ്രയോഗിക്കപ്പെട്ട ബലം ഏതാണ്? Write down the inference made from observing the two experiments in your science diary. എന്താണ് ഈ രണ്ട് പ്രവർത്തനങ്ങളുടെ നിരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഈ pressure of gas. You have found that air can exert force. The force exerted by gas per unit area of the surface is called the pressure of gas. എന്താണ് വായുവിന് ബലം പ്രയോഗിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തി അല്ലെ. എന്താണ് വായുവിന് എയറിന് എന്താണ് ഈ ഫോഴ്സ് പ്രയോഗിക്കാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടെത്തി അല്ലെ. അപ്പൊ യൂണിറ്റ് വിസ്തീർണമുള്ള എന്താണ് പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്നത് ബലമാണിത്. എന്താണ് the force exerted by gas per unit area of the surface is called pressure of gas. എന്താണ് pressure of gas എന്ന് പറഞ്ഞാല് force exerted by gas per unit area of the surface is called pressure of gas. എന്താണ് ഈ യൂണിറ്റ് ഏരിയ ഉണ്ടല്ലോ, യൂണിറ്റ് ഏരിയ ഉള്ള ഈ സർഫസിൽ എന്താണ് ഈ ഗ്യാസ് പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണ് എന്ത്? പ്രഷർ ഗ്യാസ്. എന്താണ് യൂണിറ്റ് ഏരിയ ഉള്ള സർഫസിന്റെ യൂണിറ്റ് ഏരിയ ഉള്ള ഈ എന്താണ് ഈ ഗ്യാസ് പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണ് എന്ത്? പ്രഷർ ഓഫ് ഗ്യാസ്. ഒന്നുകൂടി പറഞ്ഞുതരാം. യൂണിറ്റ് ഏരിയയുള്ള ആ സർഫസിൽ ഈ ഗ്യാസ് പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണ് എന്ത്? Pressure of gas. Okay, the force exerted per unit area by atmospheric air is called atmospheric pressure. അല്ലെ. എന്താണ് atmospheric air ഈ യൂണിറ്റ് ഏരിയയിൽ പ്രയോഗിക്കുന്ന ഫോഴ്സിനെ എന്താണ് atmospheric pressure എന്ന് പറയും. എന്താണ് atmospheric air എന്താണ് ഈ യൂണിറ്റ് ഏരിയയിൽ പ്രയോഗിക്കുന്ന ഫോഴ്സിനെ atmospheric
പ്രഷർ എന്ന് പറയും. ഓക്കെ, അതാണ് പ്രഷർ ഓഫ് ഗ്യാസ് അല്ലെ. പ്രഷർ ഓഫ് ഗ്യാസും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇതാണ് കേട്ടോ. ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദ എക്സ്പെരിമെന്റ്സ് യു ഹാവ് ഡൺ can be explained as follows. എന്താണ് ഈ അന്തരീക്ഷ മർദ്ദം അല്ലെ, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ ഇങ്ങനെ വിശദീകരിക്കാം. എങ്ങനെ? when the piston is pulled back keeping the open end of the syringe closed, the pressure inside the barrel decreases. In order to equalize the pressure, the air from outside exerts from force on the piston, hence the piston move inwards. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ തുറന്ന ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ പിസ്റ്റൺ പിന്നോട്ട് വലിക്കുമ്പോൾ, അതായത് തുറന്ന ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ എന്താ പിസ്റ്റൺ പിന്നോട്ട് വലിക്കുമ്പോൾ എന്താ ഈ ബാരലിനകത്തെ എയർ എന്താക്കുന്നത്? എയറിന്റെ എന്താണ് ഫോഴ്സ്, അതായത് എയറിന്റെ മർദ്ദം എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട് അല്ലെ. എന്താ? when the piston is pulled back keeping the open end of the syringe closed, the pressure inside the barrel decreases. അല്ലെ, എന്താണ് പ്രഷർ? തുറന്ന ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റൺ പിന്നോട്ട് വലിക്കുമ്പോൾ ബാരലിനകത്തെ എയറിന്റെ പ്രഷർ എന്താക്കുന്നുണ്ട്? കുറയുന്നുണ്ട് അല്ലെ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. തുറന്ന ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റൺ പിന്നോട്ട് വലിക്കുമ്പോൾ ബാരലിനകത്തെ ഈ എയറിന്റെ പ്രഷർ കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. പിന്നെന്താണ് പറയുന്നത്? in order to equalize the pressure, the air from outside exerts force in the piston, hence the piston moves inwards. എന്താണ് അവിടെ പറയുന്നത് നോക്കിയേ. നമ്മൾ പറയുന്നുണ്ട് എന്താ? തുറന്ന ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റൺ ബാക്കോട്ട് വലിച്ചപ്പോൾ എന്താണ്? ബാരലിൽ അതിന്റെ ഉള്ളിലുള്ള എന്താണ് എയറിന്റെ പ്രഷർ കുറയുന്നു അല്ലെ. ഈ പ്രഷർ തുല്യമാക്കുന്നതിന്റെ ഭാഗമായി പുറത്തു നിന്നുള്ള അറ്റ്മോസ്ഫിയറിക് എയർ എന്താക്കണേ? ഈ പിസ്റ്റണിന്മേൽ ബലം പ്രയോഗിക്കുകയും ഫോഴ്സ് പ്രയോഗിക്കുകയും പിസ്റ്റൺ ഉള്ളിലേക്ക് ചലിക്കുകയും ചെയ്യുന്നു. ഓക്കെ, എന്താണ് ഇവിടെ? ഈ പ്രഷർ തുല്യമാക്കുന്നതിന്റെ ഭാഗമായി പുറത്തു നിന്നുള്ള അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടല്ലോ, അത് പിസ്റ്റണിന്മേൽ ബലം പ്രയോഗിക്കുകയും പിസ്റ്റൺ ഉള്ളിലേക്ക് ചലിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താ? when the piston is pushed in keeping the open end of the syringe closed, the air inside gets compressed. The pressure of this air is greater than that of the air outside. The pressure of air inside the barrel pushes the piston outwards. എന്താണ് പറഞ്ഞിരിക്കുന്നത്? തുറന്ന ഭാഗം അടച്ചു പിടിച്ച് പിസ്റ്റൺ ഉള്ളിലേക്ക് തള്ളുമ്പോൾ, തുറന്ന ഭാഗം അടച്ചു പിടിച്ച് പിസ്റ്റൺ ഉള്ളിലേക്ക് തള്ളുമ്പോൾ അകത്തെ വായു എന്താണ്? തിങ്ങി നെരുങ്ങുകയാണ് അല്ലെ. അകത്തെ ഉള്ള എയർ എന്താകുന്നുണ്ട്? നമ്മൾ എന്താണ് ആദ്യം എന്താണ് നമ്മൾ പിസ്റ്റൺ ഉള്ളിലേക്ക് പുറത്തേക്ക് തള്ളിയില്ലേ. അതിനുശേഷം നമ്മൾ എന്താക്കുന്നുണ്ട്? പിസ്റ്റൺ അടച്ചു പിടിച്ചിട്ട് ഉള്ളിലേക്ക് തള്ളാൻ പറയുന്നില്ല. അതാണ് പറയുന്നത്. ഈ തുറന്ന ഭാഗം അടച്ചു പിടിച്ച് പിസ്റ്റൺ ഉള്ളിലേക്ക് തള്ളുമ്പോ എന്താണ്? അകത്തെ വായു എന്താണ്? തിങ്ങി നിറഞ്ഞാണ് അല്ലെ. അതിന് പോകാനുള്ള സ്ഥലമല്ല. ഈ വായുവിന് പുറത്തെ വായുവിനേക്കാൾ മർദ്ദം കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അകത്തെ എന്താണ്? അകത്തുള്ള പ്രഷർ ഓഫ് എയർ ഇൻസൈഡ് അല്ലെ, അകത്തുള്ള ഈ പ്രഷർ ഓഫ് എയർ എന്താണ്? പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളുന്നു. അതാണ് സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? പ്രഷർ ഓഫ് എയർ ഇൻസൈഡ് അല്ലെ, ഇൻസൈഡിലുള്ള എയറിന്റെ പ്രഷർ എന്താക്കുന്നുണ്ട്? ബാരലിനെ എന്താണ്? ഔട്ട്വേർഡ്സ്, പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഓക്കെ, now based on the concept of atmospheric pressure, try to explain the experience done keeping the paper folded and unfolded the table. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ എന്താണ്? തുറന്ന ഭാഗം അടിച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റൺ എന്താക്കുന്നുണ്ട്? പിന്നോട്ട് വലിക്കുമ്പോൾ ബാരലിനകത്തുള്ള സിറിഞ്ചിന്റെ ഉള്ളിലുള്ള അല്ലെ, സിറിഞ്ചിന്റെ ഉള്ളിലുള്ള വായു എന്താണ്? എയർ എന്താക്കുന്നുണ്ട്? അതിന്റെ പ്രഷർ കുറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പ്രഷർ തുല്യമാക്കുന്നതിന്റെ ഭാഗമായിട്ട് പുറത്തു നിന്നുള്ള അറ്റ്മോസ്ഫിയറിക് എയർ എന്താണ്? പിസ്റ്റണിന്മേൽ ബലം പ്രയോഗിക്കുകയും പിസ്റ്റൺ ഉള്ളിലേക്ക് ചലിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ അടുത്ത എന്താ പറയാ? തുറന്ന ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റൺ ഉള്ളിലേക്ക് തള്ളുമ്പോൾ അകത്തെ എയർ എന്താക്കുക? തിങ്ങി നെരുങ്ങുകയാണ് അല്ലെ. ഈ വായുവിന് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല അല്ലെ. അപ്പൊ ഈ വായുവിനെ പുറത്തെ വായുവിനേക്കാൾ മർദ്ദം കൂടുതലായിരിക്കും. അകത്തെ വായു മർദ്ദം എന്തായിരിക്കും? അകത്തെ പ്രഷർ പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളുന്നുണ്ട് അല്ലെ. അകത്തെ വായുമർദ്ദം പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്? മേശപ്പുറത്ത് അപ്പൊ പേപ്പർ മടക്കി വെച്ചും നിവർത്തി വെച്ചും ചെയ്ത പ്രവർത്തനങ്ങൾ അന്തരീക്ഷം ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിക്കുക നിങ്ങൾ. എന്താണ്? മേശപ്പുറത്ത് പേപ്പർ മടക്കി വെച്ച് നിവർത്തി വെച്ച് ഫസ്റ്റ് നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, അത് എന്താണ്? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞ ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്താക്കുക? വിശദീകരിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി നോക്കൂ. ദ ബലൂൺ ഇൻ ദ ബോട്ടിൽ. എന്താണ്? കുപ്പിയിലെ ബലൂൺ. Pour hot water into a glass bottle of more than half a liter capacity. Blow air into a balloon and remove the air from it. Repeat it 2 or 3 times.
Pour out the hot water from the bottle and fix the balloon at the mouth of the bottle immediately. Allow the bottle to cool. What will happen to the balloon? Record the result in your observation. എന്താണ് റിസൾട്ട് ഓഫ് യുവർ ഒബ്സർവേഷൻ? എന്താണ്? നമുക്ക് 1/2 ലിറ്ററിലധികം വെള്ളം കൊള്ളുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. നല്ല ചൂടുള്ള വെള്ളം അതിൽ ഒഴിക്കുക. 1/2 ലിറ്റർ അധികം വെള്ളം എന്താ കൊള്ളുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക. ഒരു ബലൂൺ 2-3 പ്രാവശ്യം വീർപ്പിച്ച് വായു നീക്കം ചെയ്ത് വെക്കണം. ഒരു ബലൂൺ എന്താണ് 2-3 പ്രാവശ്യം വീർപ്പിച്ചിട്ട് വായു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കി വെക്കണം. വീർപ്പിക്കുക, പിന്നെ വായു ഒഴിവാക്കുക, പിന്നെയും വീർപ്പിക്കുക, അതിലുള്ള എയർ ഒഴിവാക്കുക, പിന്നെയും വീർപ്പിക്കുക. അങ്ങനെ 2-3 വട്ടം വീർപ്പിച്ചിട്ട് അതിലുള്ള എയറൊക്കെ ഒഴിവാക്കിയതിന് ശേഷം എന്താക്കുക, അങ്ങനെ വെക്കുക. കുപ്പിയിലെ ചൂടുവെള്ളം പുറത്ത് കളഞ്ഞ ഉടൻ തന്നെ എന്താക്കുക, വായുഭാഗത്ത് ബലൂൺ ഉറപ്പിക്കുക. അപ്പൊ കുപ്പിയിൽ നമ്മൾ 1/2 ലിറ്റർ അധികം വെള്ളം കൊള്ളുന്ന കുപ്പിയാണല്ലോ അല്ലെ, ഒരു ഗ്ലാസ് കുപ്പി അല്ലെ, ഗ്ലാസ് ബോട്ടിൽ അല്ലെ. അതിലെന്താണ് നല്ല ചൂടുള്ള എന്താണ് വെള്ളം ഒഴിക്കാൻ പറഞ്ഞത് അല്ലെ. എന്നിട്ട് ആ ചൂടുവെള്ളം ഒഴിവാക്കിയതിന് ശേഷം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിന്റെ ആ കുപ്പിയുടെ മുകൾ ഭാഗം ഉണ്ടല്ലോ, വായുഭാഗം, അവിടെ ബലൂണ് ഈ നമ്മൾ എടുത്തു വെച്ച ആ ബലൂൺ എന്താക്കുക, അവിടെ ഇങ്ങനെ ഈ ചിത്രത്തിലേക്ക് കാണുന്ന പോലെ ഇങ്ങനെ ഉറപ്പിക്കുക. ഓക്കെ, കുപ്പി തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം എന്താ, കുപ്പി തണുക്കാൻ അനുവദിക്കുക. ബലൂണിന് എന്താ സംഭവിക്കുക, എന്തായിരിക്കും സംഭവിക്കുക? അപ്പൊ നിരീക്ഷണ ഫലം നിങ്ങൾ രേഖപ്പെടുത്തുക. The air inside the bottle from which hot water is removed is hot and expansive. When the bottle cools, the air inside the bottle also cools. എന്താണ്, ഈ ചൂടുവെള്ളം നീക്കം ചെയ്ത കുപ്പിക്കകത്തെ വായു ചൂടുള്ളതാണ് അല്ലെ. ചൂടുവെള്ളം നീക്കം ചെയ്ത കുപ്പിക്കകത്തെ വായു എന്താണ്, എയർ എന്താണ്, ചൂടുള്ളതാണ് അല്ലെ. ചൂട് പിടിച്ച ഈ എയർ എന്താണ്, വികസിച്ച് നിൽക്കുന്നു അല്ലെ. അപ്പൊ കുപ്പി തണുക്കുമ്പോൾ എന്താക്കും, കുപ്പിക്കകത്തെ വായുവും അതിലുള്ള എയറും തണുക്കുന്നു അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ബലൂണിന് എന്താ സംഭവിക്കുക? Yes, now which is higher air pressure inside the bottle or outside it? എന്താണ്, ഇപ്പോൾ കുപ്പിക്കകത്തെ വായുവിനാണോ കുപ്പിക്ക് പുറത്തെ വായുവിനാണോ പ്രഷർ കൂടുതൽ? എന്താണ്, എയർ പ്രഷർ കൂടുതൽ ഇൻസൈഡ് ദ ബോട്ടിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോട്ടിലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി ദ റീസൺ ഫോർ ദ ഇൻഫ്ലേഷൻ ഓഫ് ദ ബലൂൺ ഇൻ ടു ദ ബോട്ടിൽ അല്ലെ. ബലൂൺ കുപ്പിക്കകത്തേക്ക് വീർത്തതിന്റെ കാരണം നിങ്ങൾ എന്താക്കുക, സയൻസ് ബുക്കിൽ എഴുതുക. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ ഡെയിലി ലൈഫ്. എന്താണ്, നമ്മളെ ഈ പ്രഷർ ഗ്യാസ് അല്ലെ, പ്രഷർ ഓഫ് ഗ്യാസിന്റെ പ്രഷർ അല്ലെ, എന്താണ്, ഈ വാതക മർദ്ദം നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെ, നിത്യ ജീവിതത്തിൽ എങ്ങനെയാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കാം. അതിന് മുന്നേ ഇതൊന്ന് നോക്കാം നമുക്ക്. ബാരോമീറ്റർ. ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിവൈസ് ആണ് അല്ലെ. ബാരോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ. എന്താണ്, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, ബാരോമീറ്റർ. ഓക്കെ, എന്താണ് അറ്റ്മോസ്ഫിയറിക്, ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, ഉപകരണമാണ് എന്ത്, ബാരോമീറ്റർ. ഓക്കെ, there are different types of barometers. എന്താ, വിവിധ തരം ബാരോമീറ്ററുകൾ ഉണ്ട് അല്ലെ. എന്താണ്, it was a scientist named Torricelli who first made a barometer and measured atmospheric pressure. എന്താണ്, ഇത് ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ചത് എന്താണ്, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളന്നത് ആരാണ്, ടോറിസെല്ലി എന്ന ശാസ്ത്രജ്ഞനാണ്. Okay, it was scientist named Torricelli who first made a barometer and measured atmospheric pressure. ഈ atmospheric pressure മെഷർ ചെയ്ത ആദ്യമായിട്ട് ഉണ്ടാക്കി മെഷർ ചെയ്ത ആളാരാണ്, ഈ ടോറിസെല്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഇവാൻ ജെലിസ്റ്റ ടോറിസെല്ലി എന്താണ്, ഇവാൻ ജെലിസ്റ്റ ടോറിസെല്ലി വാസ് ബോൺ ഇൻ ഇറ്റലി ഓൺ 15th October 1608. എന്താണ്, ഇയാൾ ജനിച്ചിരിക്കുന്നത്, ഇവാൻ ജെലിസ്റ്റ ടോറിസെല്ലി 1608 ഒക്ടോബർ 15 ഇറ്റലിയിൽ ജനിച്ചു. എന്താണ്, ഹി വാസ് എ ഫിസിസിസ്റ്റ് ആണ്, മാത്തമാറ്റീഷ്യൻ ആണ് അല്ലെ. ഇയാൾ ഫിസിസിസ്റ്റും മാത്തമാറ്റീഷ്യനും ആയിരുന്നു അല്ലെ. ഹി വെന്റ് ടു ഫ്ലോറൻസ് ഇൻ 1641 ടു വർക്ക് വിത്ത് ഗലീലിയോ. അത് 1641 എന്താണ്, ഗലീലിയോടൊപ്പം പ്രവർത്തിക്കുന്നതിനായി എന്താണ്, ഫ്ലോറൻസിലേക്ക് ഈ ടോറിസെല്ലി പോയി. He formulated the principle of barometer using mercury as suggested by Galileo. എന്താണ്, ഗലീലിയോയുടെ നിർദ്ദേശം അനുസരിച്ചാണ് മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിന്റെ തത്വം അദ്ദേഹം ആവിഷ്കരിച്ചത്. ഗലീലിയോന്റെ സജസ്റ്റ് പ്രകാരമാണ് അയാൾ എന്താണ്, മെർക്കുറി ഉപയോഗിച്ചിട്ട് ഈ ബാരോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ അയാൾ ഫോർമുലേറ്റ് ചെയ്തത്. He discovered that the change
in the level of mercury in the tube is due to the change in atmospheric pressure. Accordingly, he made a barometer in 1644. എന്താണ് ഈ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് എന്ത് ഈ ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പ് മാറുന്നത് എന്നും കണ്ടെത്തി അല്ലെ. അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഈ ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പ് മാറുന്നത് എന്നും അദ്ദേഹം കണ്ടെത്തി അല്ലെ. ഇതിനനുസരിച്ച് 1644 അദ്ദേഹം ബാരോമീറ്റർ നിർമ്മിച്ചു അല്ലെ. 1644 എന്താക്കുന്നത് അദ്ദേഹം ഈ ബാരോമീറ്റർ നിർമ്മിച്ചത്. അപ്പൊ ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാനുള്ള ഒരു ഡിവൈസ് ആണ് അല്ലെ. അത് ടോറിസെല്ലിയാണ് നിർമ്മിച്ചത്. ഓക്കെ, ഇതാണ് മെർക്കുറി ബാരോമീറ്ററുകൾ അല്ലെ. ഇതാ മെർക്കുറി അല്ലെ. ഓക്കെ, ഇതാണ് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ ഡെയിലി ലൈഫ് അല്ലെ. എന്താണ് ഈ പ്രഷർ ഓഫ് ഗ്യാസ് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നുള്ള ഇതാണ്. നോക്കാം എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത്. Sometimes we need to transfer liquid from a vessel kept at a higher level to another level. Haven't you seen the use of tubes for such cases? എന്താണ് ഇവിടെ പറയുന്നത്? ഉയർന്ന നിരപ്പിലുള്ള ഒരു പാത്രത്തിൽ നിന്ന് ഈ ലിക്വിഡ് മറ്റു നിലയ്ക്ക് മാറ്റേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ അല്ലേ? ഉയർന്ന നിരപ്പിലുള്ള ഒരു പാത്രത്തിൽ നിന്ന് ഈ ലിക്വിഡ് മറ്റു നിലയ്ക്ക് മാറ്റേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ? Haven't you seen the use of tubes for such cases? ഇത്തരം ആവശ്യങ്ങൾക്കായി കുഴലുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതാ കണ്ടില്ലേ ഇങ്ങനത്തെ ചിത്രങ്ങളല്ലേ. നമ്മളെന്താണ് ഉയർന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ താഴത്തുള്ള പാത്രത്തിലേക്കൊക്കെ നമുക്ക് വെള്ളം മാറ്റേണ്ട ആവശ്യം വരും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ നിങ്ങൾ ഇത്തരം ആവശ്യങ്ങൾക്കായി കുഴലുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Can you transfer water from a bucket to another vessel using a plastic tube? എന്താണ് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഉപയോഗിച്ച് ബക്കറ്റിലെ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റുമോ? പ്ലാസ്റ്റിക് ട്യൂബ് ഉപയോഗിച്ച് ബക്കറ്റിലെ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റൂലേ? Immerse one end of the tube in the water in a bucket and keep the other free end in a small vessel as shown in the figure. എന്താണ് ചെയ്യുന്നത്? ചിത്രത്തിലേതുപോലെ ട്യൂബിന്റെ ഒരറ്റം ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തി സ്വതന്ത്രമായ മറ്റേ അറ്റം എന്താക്കുക ഒരു ചെറിയ പാത്രത്തിലേക്ക് വെക്കുക. Does water flow down? ഇപ്പൊ വെള്ളം താഴേക്ക് വരുന്നുണ്ടോ? Why doesn't water enter the tube? കുഴലിനകത്തേക്ക് വെള്ളം കയറാത്തത് എന്തുകൊണ്ടാ? ഇങ്ങനെ വെക്കുമ്പോ പെട്ടെന്ന് വെള്ളം കയറില്ല, അങ്ങനെ വെച്ചിട്ടാലും വെള്ളം കയറൂല. അപ്പൊ എന്തുകൊണ്ടാ വെള്ളം കയറാത്തത്? അതിന്റെ ഉള്ളിലുള്ള എയർ ആദ്യം പോക്കണം അല്ലെ. Suck the air out of the tube with your mouth and place it in the smaller vessel. What happens now? Explain. അപ്പൊ എന്താ അതിന്റെ ഉള്ളിലുള്ള എയർ പോക്കാൻ എന്താ കുഴലിന്റെ അഗ്രത്തിൽ വായു അമർത്തി ഉള്ളിലെ വായു വലിച്ച ശേഷം അത് ചെറിയ പാത്രത്തിലേക്ക് വയ്ക്കുക. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വിശദീകരിക്കുക. ഓക്കെ, അപ്പൊ എന്താക്കും വെള്ളത്തിലേക്ക് കയറും അല്ലെ. What if the bucket contains kerosene instead of water? ഈ ബക്കറ്റിൽ വെള്ളത്തിന് പകരം മണ്ണെണ്ണയാണെങ്കിലോ? Is it safe to suck out air using the mouth? വായ കൊണ്ട് വലിക്കുന്നത് ഉചിതമാണോ? വായിലേക്ക് കരസിൻ കയറൂലേ, മണ്ണെണ്ണ കയറൂലേ? Let us make a simple apparatus for such needs. അപ്പൊ എന്താണ് അതിനായി നമുക്കായി ഒരു ഡിവൈസ് അല്ലെ, ഒരു സിമ്പിൾ അപ്പാരറ്റസ് ആവശ്യമുള്ള ഒരു ലഘു ഉപകരണം നിർമ്മിക്കുക. എന്താണ് നോക്കുക, സൈഫൺ മേക്കിംഗ് എങ്ങനെ ചെയ്യുന്നത് നോക്കുക. മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ളത്? സാമഗ്രികൾ അല്ലെ. 1.5 മീറ്റർ 1.5 മീറ്റർ ലോങ് പ്ലാസ്റ്റിക് പൈപ്പ്, എ സ്മോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ. എന്താണ് 1.5 മീറ്റർ നീളമുള്ള പ്ലാസ്റ്റിക് പൈപ്പും ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുമാണ് അല്ലെ. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ, ഇനി എങ്ങനെയാണ് നിർമ്മാണ രീതി? Cut a 10 centimeter long piece from the plastic pipe. Make a small hole at the bottom and on the lid of the plastic bottle. Fix the long pipe through the hole at the bottom and the small pipe through the hole in the lid so that the bottle is airtight. എന്താണ് പ്ലാസ്റ്റിക് പൈപ്പിൽ നിന്ന് 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുറിച്ചെടുക്കുക. പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ അടിവശത്തും അടപ്പിലും ചെറിയ ദ്വാരം ഉണ്ടാക്കുക. കള്ളച്ചിത്രത്തെ പോലെ അടിവശത്തും അടപ്പിലും ചെറിയ ദ്വാരം ഉണ്ടാക്കുക. അടിവശത്തെ ദ്വാരത്തിലൂടെ നീളം കൂടിയ പൈപ്പും അടപ്പിലെ ദ്വാരത്തിലൂടെ നീളം കുറഞ്ഞ പൈപ്പും വായു കടക്കാത്ത വിധം ഘടിപ്പിക്കുക. അതേമാതിരി ഘടിപ്പിക്കുക. ചെറിയ പൈപ്പ് ഇതായി പൈപ്പ് ഈ മൂടിന്റെ അവിടെ നമ്മൾ ഓട്ടാക്കി എടുത്തു. പിന്നെ അടിയിൽ വലിയ പൈപ്പും നമ്മൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, working എങ്ങനെ ചെയ്യേണ്ടത്? Immerse the end of the long pipe in the water in a bucket placed at a height, keeping the small pipe in another vessel. Gently press and release the bottle 2 or 3 times. You can see water flowing from the bucket to the lower vessel. How does this happen? എന്താണ് ഇങ്ങനെ നടക്കേണ്ടത്? നമുക്ക് നീളം കൂടിയ പൈപ്പിന്റെ അറ്റം അല്പം ഉയരത്തിൽ വെച്ച് അല്പം ഉയരത്തിൽ വെച്ച ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തി വെക്കുക. നീളം കുറഞ്ഞ പൈപ്പ് മറ്റൊരു പാത്രത്തിൽ
വെച്ച് എന്താണ് പ്ലാസ്റ്റിക് കുപ്പിയിൽ 2 or 3 തവണ പതുക്കെ അമർത്തി വിടുക. ബക്കറ്റിലെ വെള്ളം ചെറിയ പാത്രത്തിലേക്ക് പ്രവഹിക്കുന്നത് കാണാം അല്ലെ. എന്താണ് ഈ നീളം കൂടിയ ഈ പൈപ്പ് ഉണ്ടല്ലോ മുകളിലുള്ള ബക്കറ്റിൽ വെക്കുക. മുകളിൽ ഉയരത്തിൽ വെച്ച ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തി വെക്കുക. എന്നിട്ട് എന്താക്കുക, നീളം കുറഞ്ഞ പൈപ്പ് മറ്റൊരു പാത്രത്തിൽ വെച്ചിട്ട് നീളം കുറഞ്ഞ പൈപ്പ് എന്താക്കുക മറ്റൊരു പാത്രത്തിൽ വെക്കുക. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തുക. ഇവിടെ ഇങ്ങനെ അമർത്തുക. ഇവിടെ ഇങ്ങനെ അമർത്തി വെക്കുക. 2-3 തവണ ഇങ്ങനെ അമർത്തുക. പതുക്കെ അമർത്തി വിടുക. ഇങ്ങനെ അമർത്തുക വിടുക അല്ലെ. അങ്ങനെ വിട്ടു വെക്കുക. മറ്റേ മുകളിലുള്ള ഈ ഇതില് വെള്ളം വെച്ചിരിക്കണം കേട്ടോ. വേറൊരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് ഈ പൈപ്പ് എന്താക്കുക ആ ബക്കറ്റിൽ ആ വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് ഇവിടെ എന്താക്കേണ്ടത് നമ്മളിത് അമർത്തി വിടേണ്ടത് കേട്ടോ. അപ്പൊ ഇത് എന്താണ് ഈ താഴെ വേറൊരു ചെറിയ ബക്കറ്റ് നമ്മൾ വെക്കണം അല്ലെ. അപ്പൊ എന്താക്കും, അപ്പം എന്താണ് ബക്കറ്റിലെ വെള്ളം ചെറിയ പാത്രത്തിലേക്ക് നിങ്ങൾക്ക് പോകുന്നത് കാണാം അല്ലെ. ഹൗ ഡസ് ദിസ് ഹാപ്പൻ? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എന്താ അവിടെ സംഭവിച്ചത്? ഇതിലുള്ള എയർ പോക്കിയതാണ് നമ്മൾ ആ കുപ്പി അമർത്തിയപ്പോ അല്ലെ. എ പോർഷൻ ഓഫ് ദ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ മൂവ്സ് ഔട്ട് വെൻ ദ ബോട്ടിൽ ഇസ് പ്രസ്ഡ്. The pressure inside the bottle decreases when the bottle is pressed and released. Water rushes through the pipe due to the atmospheric pressure experienced on the surface of the water in the bucket. Water flows out continuously too. എന്താ ഇത് നമ്മളിവിടെ വെക്കുമ്പോ എന്താണ് ഇത് ടൈറ്റ് ആയിട്ട് തന്നെ വെക്കണം. ഇതിലൂടെ ഒന്നും എയർ പോകാൻ പാടില്ല അല്ലെ. അതേപോലെ ഇവിടെ അങ്ങനെ തന്നെ എയർ പോകാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം നമ്മൾ എന്താക്കേണ്ടത്, ഇത് ഫിക്സ് ചെയ്യേണ്ടത്, പൈപ്പുകൾ ഫിക്സ് ചെയ്യേണ്ടത്. എന്നാലും ഇത് നടക്കുള്ളൂ കേട്ടോ. അപ്പൊ കുപ്പിയിൽ അമർത്തുമ്പോൾ കുപ്പിക്കകത്തെ എയർ കുറച്ച് ഭാഗം പുറത്തേക്ക് പോകുന്നു അല്ലെ. അമർത്തി വിടുമ്പോൾ കുപ്പിക്കകത്തെ എയർ പ്രഷർ കുറയാണ്. ബക്കറ്റിലെ വെള്ളത്തിന്റെ സർഫേസിൽ അനുഭവപ്പെടുന്ന ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതുകൊണ്ട് കുഴലിലൂടെ ജലം തള്ളിക്കയറുകയാണ് അല്ലെ. തുടർച്ചയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ. സൈഫൺ is a device that works on the basis of atmospheric pressure. There are other devices like this which work on the basis of atmospheric pressure. See some examples. Try these devices and write down the method of their working in the science diary. എന്താണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ അല്ലെ. ഇതാണ് സൈഫൺ. നമ്മൾ ഉണ്ടാക്കിയ സൈഫൺ അല്ലെ. ഇതാണ് സൈഫൺ. ഇത് സൈഫൺ അല്ലെ. അപ്പൊ എന്താണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് സൈഫൺ. ഇതുപോലെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റു ഉപകരണങ്ങളും ഉണ്ട് അല്ലെ. ചില ഉദാഹരണങ്ങൾ നോക്കൂ. ഇവ പ്രവർത്തിപ്പിച്ച് നോക്കി അവയുടെ പ്രവർത്തന രീതി സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഡിവൈസ് സിറിഞ്ച് അല്ലെ. അതിന്റെ മെത്തേഡ് ഓഫ് വർക്കിംഗ് എങ്ങനെയാണ് അത് എഴുതുക. പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് എഴുതുക. പിന്നെ സ്ട്രോന്റെ ഇതാണ് ചിത്രം. അതാണ് അതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ്, മെത്തേഡ് ഓഫ് വർക്കിംഗ് എങ്ങനെയാണെന്ന് എഴുതുക. ഡ്രോപ്പർ നമുക്കറിയാം അല്ലെ. അതിന്റെ ചിത്രം ഇതാണ്. ഇവിടെ അതിന്റെ മെത്തേഡ് ഓഫ് വർക്കിംഗ് എങ്ങനെയാണെന്ന് എഴുതുക. ഓക്കെ. ഇനി സം ആക്ടിവിറ്റീസ് ആർ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ താഴെ കൊടുക്കുന്നു. ഫിൽ എ ഗ്ലാസ് ടംബ്ലർ വിത്ത് എ വാട്ടർ. Close its mouth with a paper card and invert it. Does water flow out? ഒരു ഗ്ലാസ്സിൽ ഒരു സ്ഫടിക ഗ്ലാസ്സിൽ അതായത് നമ്മൾ സാധാ കുപ്പി ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ, ആ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച ശേഷം തുറന്ന ഭാഗം പേപ്പർ കാർഡ് കഷ്ണം കൊണ്ട് അടച്ച് കമിഴ്ത്തി പിടിച്ചു നോക്കിയേ. വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടോ? അത് ചെയ്തു നോക്കുക കേട്ടോ. ഫിക്സ് എ വാക്വം ഹുക്ക് ഓൺ എ മിറർ ആൻഡ് പുൾ ഇറ്റ് ബാക്ക്വേർഡ്സ്. ഇനി ഈ കാറിന്റെ ഗ്ലാസ്സിലും അതുപോലെ മറ്റു ഒട്ടിക്കുന്ന ഈ വാക്യൂം ഹുക്ക് കണ്ടില്ല, ഇങ്ങനത്തെ വാക്യൂം ഹുക്ക്, അത് ഒരു കണ്ണാടിയിൽ ഒട്ടിച്ച് പിന്നോട്ടൊന്ന് വലിച്ചു നോക്കൂ. എന്താ സംഭവിക്കുക? റിമെമ്പർ ടു റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി ദ റിസൾട്ട് ആൻഡ് ഇൻഫറൻസ് ഓഫ് ദ എക്സ്പെരിമെന്റ്സ് ഡൺ. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഈ നിരീക്ഷണ ഫലം നിഗമനവും നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതുകയാണ് വേണ്ടത്. അപ്പൊ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ആദ്യം അടച്ചു വെക്കുക. എന്നിട്ട് ഗ്ലാസും ഈ കാർഡ്ബോർഡും അടക്കം ഇങ്ങനെ കമിഴ്ത്തി പിടിക്കുക ചിത്രത്തിലേക്ക് കാണുന്ന പോലെ. അപ്പൊ എന്താ സംഭവിക്കുക നോക്കുക. വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടോ നോക്കുക. പിന്നെ അടുത്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വാക്വം ഹുക്ക് ഉണ്ടല്ലോ, നമ്മള് ഇതൊക്കെ തൂക്കിയിടുന്നത് ഓരോ കാറിന്റെ ഗ്ലാസ്സിലും മറ്റും ഒട്ടിക്കുന്ന ഈ വാക്വം ഹുക്ക്, അതൊരു കണ്ണാടിയിൽ ഒട്ടിച്ച് പിന്നോട്ടൊന്ന് വലിച്ചു നോക്കുക. എന്താ സംഭവിക്കുന്നത് നോക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പൊ എന്നിട്ട് അത് നിങ്ങൾക്ക് കിട്ടുന്ന നിഗമനം നിങ്ങളെ ബുക്കിൽ എഴുതുക കേട്ടോ. ഓക്കെ. വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ടും എനിക്ക് അയച്ചു തരാം. ഓക്കെ. അപ്പൊ ടീച്ചർ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഓക്കെ. താങ്ക് യു.